കോവളത്തെ ഗ്രോ ബീച്ചിൽ നിന്നാണ് ഞങ്ങൾ ഈ സ്പീഡ് ബോട്ട് സഫാരി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ബോട്ടിലേക്ക് കയറിയപ്പോൾ എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ബോട്ട് നല്ല സ്പീഡായി. ഇതാണ് കോവളത്തിൻ്റെ ഐക്കണായ ലൈറ്റ് ഹൗസ്. ഇത്രയും ദൂരത്തു നിന്ന് കാണുന്നത് ആദ്യമായിട്ടാണ്. തിരമാലകൾക്ക് മുകളിലൂടെ ബോട്ട് ഇങ്ങനെ ചാടി ചാടി പോകാൻ തുടങ്ങിയപ്പോൾ ശരിക്കും പേടിച്ചു. തീരത്തെ വിഴിഞ്ഞം പള്ളി നിൽക്കുന്നത് കണ്ടോ? കടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ അത് കാണാൻ നല്ല രസമുണ്ട്. ഇതാണ് വിഴിഞ്ഞം പോർട്ട്. ഇതിൻ്റെ കൂടെ തന്നെ പഴയ ഹാർബറും നമുക്കിവിടെ കാണാം. ഷിപ്പുകളിൽ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നതും അവിടുത്തെ ആ വലിയ ക്രെയിനുകളുമൊക്കെ കടലിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു കാഴ്ചയാണ്. പിന്നെ കടലിന് കുറുകെ നീളത്തിൽ കിടക്കുന്ന ഈ പുലിമുട്ടും അടുത്തൂടെ കാണാൻ പറ്റി. സൺസെറ്റ് സമയമായതുകൊണ്ട് കടലിൽ വെയിൽ വീണ് തിളങ്ങുന്നുണ്ടായിരുന്നു. ഒരു കൈ കൊണ്ട് ഫോൺ മുറുകെ പിടിക്കണോ അതോ ഞാൻ താഴെ വീഴാതെ ബോട്ടിൽ പിടിക്കണോ എന്ന കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ വീഡിയോസൊക്കെ എടുക്കാൻ നല്ല പാടുപെട്ടു. ഇടയ്ക്ക് തിരമാലകൾ ബോട്ടിലേക്ക് അടിക്കുമ്പോൾ ആ ഉപ്പുവെള്ളമൊക്കെ വായിൽ കയറുന്നുണ്ടായിരുന്നു. എങ്കിലും 30 മിനിറ്റ് നീണ്ട ഈ യാത്ര തന്ന ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കരയിൽ നിന്ന് കാണുന്നതിനേക്കാൾ എത്രയോ മനോഹരമാണ് കടലിൻ്റെ നടുവിൽ നിന്നുള്ള കാഴ്ചകൾ.